സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഈ 100 കൊല്ലത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ആ വിശുദ്ധിയും അതിൻ്റെ ആ ഉയർന്ന തത്വങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയവരാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾ. അതുകൊണ്ടാണ് ഈ സംഘടനയെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദു സമുദായവും ഇവിടുത്തെ ക്രിസ്തീയ സമുദായവും ഇവിടെ KSUവിൻ്റെ വളരെ ഒരു യുവത്വം പ്രസരിക്കപ്പെടുന്ന ഒരു യുവാവ്, അദ്ദേഹം ഇതിൻ്റെ മുമ്പും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് വളരെ അതിനെ മനസ്സിലാക്കി പഠിച്ച് വലിയ സംഭവങ്ങളൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ള ഓരോ വിഭാഗക്കാരെ തെറ്റിച്ചുകൊണ്ട് മതങ്ങളിടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടിട്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരിൽ അവരെ രോഷാകുലരാക്കിക്കൊണ്ടിട്ട് വൈകാരികമായി പല പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ വിശുദ്ധമായ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭരണകാലഘട്ടത്തിലും ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിച്ച് എല്ലാ നിലക്കുള്ള ശക്തിയും ആർജിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൊണ്ട് 2-3 രൂപത്തിലുള്ള ഉടമ്പടികളുണ്ട്, ഒരു ഭരണകൂടമായിട്ടുള്ള സന്ധികൾ. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കരുത്. ആ നിലക്കുള്ള ഉടമ്പടികളുമായി കൊണ്ട് സന്ധി ചെയ്യപ്പെട്ടതായ ആളുകളുടെ കാര്യത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ വിഭാഗത്തിൽപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ വേദനിപ്പിച്ചാൽ ഫലൈസ മിന്നാന്ന, അപ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കർശനമായി കൊണ്ട് പറയാറുണ്ടായിരുന്നു. കാരണം ആ നിലക്ക് അവിടെ ജൂതരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അങ്ങനെ പല നിലക്കുള്ള വിഭാഗക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരോടൊക്കെ ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് അത് 2-3 രൂപത്തിലുള്ള ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടികൾ ചെയ്യപ്പെട്ട ആളുകൾക്ക്, കാരണം അങ്ങനെ ഉടമ്പടികൾ ചെയ്യാൻ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെയാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലൻ യുഖാതിലൂക്കും വലൻ യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും. നിങ്ങളോട് ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് അക്രമത്തിനും യുദ്ധത്തിനൊന്നും വരാത്ത ആളുകൾ, നിങ്ങളുടെ സ്വദേശത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ, അങ്ങനത്തെവരോട് അന്തബറു അവരിലേക്ക് നന്മ ചെയ്യാം, അവരേറ്റ് സന്ധിയിൽ നിൽക്കണം. കാരണം അത് ഒരു അടിസ്ഥാനപരമായ ചില പ്രത്യേക സ്വഭാവങ്ങളെ മേലിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത്. ദീൻ എന്ന് പറഞ്ഞാൽ വദഉൻ ഇലാഹിയുന്ന, അത് ഇലാഹിയാവുന്ന ഒരു നിശ്ചയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന നിശ്ചയങ്ങൾ. സായിഖുല്ലി ദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകളെ അത് തെളിച്ചു കൊണ്ടുപോവുകയാണ്. ഇലാമാ വ ഖൈറുൽ ലഹും ബിദ്ദാർ, അവർക്ക് ഭൗതികമായും പാരത്രികമായും എല്ലാ നിലക്കും അവർക്ക് ഖൈറുള്ള സംഗതിയിലേക്കാണ് തെളിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് ഇസ്ലാം ദീൻ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമാവുന്ന നിലക്കുള്ള എല്ലാ ഗുണങ്ങളും, അവർക്ക് കാരണം മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ.
മരണാന്തര ജീവിതം. അപ്പം അതിൻ്റെ മരണത്തിന് ശേഷവും ഭൗതികമാവുന്ന ഈ ലോകത്തും എല്ലാ നിലക്കും അവർക്ക് ഉത്തമമാവുന്നതായ ഒരു ദിശയിലേക്കാണ് ഈ മതം തെളിച്ചു കൊണ്ടുപോവുക. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇത്ര ഉത്തമമാവുന്ന എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റുന്നതായ നിയമ സംഹിതകളാണ് വിശുദ്ധമാവുന്നതായി ഇസ്ലാം. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ പിന്നെ മനഃപൂർവ്വം അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ശ്രമിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. ഇപ്പോൾ സിയോണിസ്റ്റുകൾ വിശുദ്ധമാവുന്ന ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ്റെ പല വ്യാഖ്യാനങ്ങളിലേക്ക് അവർ കടത്തിക്കൂട്ടിയതായ പല ദുർവ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ആ ദുർവ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ സുന്ദരമാവുന്ന ഈ ആശയങ്ങളെ അതിനെ കരിവാരിത്തേക്കാൻ വേണ്ടി സിയോണിസ്റ്റുകൾ കടത്തിക്കൂട്ടിയതാണ്. ഈ കടത്തിക്കൂട്ടലുകൾ പല കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. മഹാന്മാരാവുന്ന പല അയിമ്മത്തും അവർ മരണപ്പെട്ടു പോയപ്പോൾ, മഹാനാവുന്ന ഇമാം ഷാറാനി തങ്ങൾ മരണപ്പെട്ടു പോയപ്പോൾ, മഹാനാവുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ വിശ്വാസത്തിനോട് യോജിക്കാത്ത, അവരെ ജനങ്ങളിടയിൽ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ആശയങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായ ഒരുപാട് രേഖകൾ അവരുടെയൊക്കെ കട്ടിൻ്റെ ചുവട്ടിൽ നിന്നും അവരെ പായിൻ്റെ ചുവട്ടിൽ നിന്നും തലേൻ്റെ ചുവട്ടിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു. പക്ഷെ ഇവരെ ശിഷ്യന്മാരൊക്കെ അവരുടെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. അവരെ കൂടെ ഒരു ദീർഘമായ കാലം ജീവിച്ചവരാണ് അവരൊക്കെ. അപ്പം അവർക്ക് മനസ്സിലായി ഇത് മഹാനാവുന്നതായ ഉസ്താദിലേക്ക് അവരുടെ പിന്നെ വീക്ഷണങ്ങളല്ലാത്തത് അവരെ സംബന്ധിച്ച് അവരെ കരിവാരിത്തേക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ വിമർശന വിധേയമാക്കപ്പെടാൻ വേണ്ടി കടത്തിക്കൂട്ടിയതാണ്. അപ്പം അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. ഏതൊരു നന്മ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ നന്മനെ എങ്ങനെയെങ്കിലും അതിനെന്താക്കണം, അതിനെ ജനങ്ങളിടയിൽ അതിനെ കരിവാരിത്തേക്കണം. ആ നിലക്കുള്ളതായ പ്രവർത്തനങ്ങൾ പല കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വിശുദ്ധമാവുന്നതായ ഖുർആൻ, വിശുദ്ധമാവുന്നതായ ഹദീസ്, അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കും അങ്ങനെ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വിശുദ്ധമാവുന്ന ദീൻ വളരെ ഉയർന്നതായ തത്വങ്ങളെ മേലിലാണ് അതിന് സ്ഥാപിക്കപ്പെട്ടുള്ളത്. ഒന്ന് നീതി തന്നെ, നീതിയല്ലാത്ത ഒന്നും ഇതിനില്ല. ഒന്ന് നന്മ എന്ന് പറഞ്ഞാൽ അത് ഇഹ്സാൻ, അത് ഉമ്മവാപ്പന്മാരിലേക്ക് ഗുണം ചെയ്യണം, ഉസ്താദന്മാരിലേക്ക് ഗുണം ചെയ്യണം, മറ്റുള്ള മനുഷ്യരിലേക്ക് ഗുണം ചെയ്യണം, മൃഗങ്ങളിലേക്ക് ഗുണം ചെയ്യണം, ഭാര്യമാരിലേക്ക് ഗുണം ചെയ്യണം, അതുപോലെ നമ്മളെ സുഹൃത്തുക്കളിലേക്ക് ഗുണം ചെയ്യണം, വയ്യാത്രക്കാരന് ഗുണം ചെയ്തു കൊടുക്കണം, വിധവകളാവുന്ന സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം, യതീമുകളാവുന്നതായ അനാഥ കുട്ടികൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമാവുന്ന മേഖലയിലുള്ള ഏതെല്ലാം ആളുകളുണ്ടോ അവർക്കൊക്കെ നമ്മൾ അയൽവാസിയിലേക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അയൽവാസി മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അവൻ നിൻ്റെ ശത്രു ആവട്ടെ, അതല്ല നിൻ്റെ സ്നേഹിതനാവട്ടെ, നിൻ്റെ സ്വദേശത്തുള്ളവനാവട്ടെ വിദേശിയാവട്ടെ, അവൻ സ്ത്രീ ആവണേ പുരുഷനാവട്ടെ, അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ. അപ്പം ആ നിലക്കുള്ള വിശാലമായ തത്വങ്ങളാണ്. അതാണ് നീതിൻ്റെ മേലിലാണ്. ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു മഹത്താവുന്ന ആ സ്വഭാവത്തിൻ്റെ മേലിലാണ്. അതുപോലെ അമാനത്ത്, വിശ്വസ്തത, അതുപോലെ സിദ്ഖ്, സത്യം തുടങ്ങിയതായ ഉയർന്ന തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടിട്ടാണ് ഈ വിശുദ്ധമാകുന്ന ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആണ് വിശുദ്ധ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ദീനായതുകൊണ്ട് ആ ദീനിൻ്റെ ഉടമകൾക്ക് അല്ലെങ്കിൽ ആ ദീനിൻ്റെ അനുയായികൾക്ക് ഇവിടെ ഏതെങ്കിലും നിലക്കുള്ളതായ ഭീകര സ്വഭാവമോ അല്ലെങ്കിൽ തീവ്രമാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വർഗീയമാവുന്ന ഇടപെടലുകളോ നടത്താൻ ഒരിക്കലും സാധ്യമല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ യുദ്ധക്കൊതിയനാണെന്ന് നബിനെ പറ്റി പറഞ്ഞല്ലോ.
ഖാലു ഗസൗത വറസൂലുള്ളാഹി മാ ബുഇസു ലിഖത്ലി നഫ്സിൻ വമാ ജാഊ ലിസഫ്കി ദമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊരു യുദ്ധക്കൊതിയനാണെന്ന് പലരും പറഞ്ഞു, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ വറസൂലുള്ളാഹി മാ ബുഇസു ലിഖത്ലി നഫ്സിൻ വമാ ജാഊ ലിസഫ്കി ദമീൻ, ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ വേണ്ടിയോ ആരെങ്കിലും വധിക്കാൻ വേണ്ടിയൊന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് അന്നത്തെ യഹൂദികളെ വധിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടൂടെ? അപ്പം യഹൂദികൾ എന്നല്ല, ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു വൃദ്ധനാവുന്ന യഹൂദി അദ്ദേഹത്തിൻ്റെ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ രാത്രി സഞ്ചാരത്തിൽ അവൻ കണ്ടപ്പോൾ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി. വളരെ പടുവൃദ്ധനാണ്, ഒരു ജോലി ചെയ്യാൻ കഴിയൂല. ബഹുമാനപ്പെട്ടവർ ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ പൊതുധന കേന്ദ്രത്തിൽ നിന്നിട്ട് അയാൾക്കൊരു ശമ്പളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചു. അയാൾ മരണം വരെ ആ ശമ്പളം അയാൾക്ക് കൊടുക്കണം എന്നാണ്. അയാൾ ഓരോ ദൈനംദിനം ഉണ്ടാവുന്ന ഓരോ വിഷയങ്ങൾക്കും അയാൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അയാളുടെ ഭക്ഷണം മറ്റുള്ള ഏതെല്ലാം മേഖലകൾ വസ്ത്രം അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും മതിയായ നിലക്കുള്ള ഒരു ശമ്പളം മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഏർപ്പെടുത്തിയതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ തിയറി. അതാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാതെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ഒരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ അവൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധമാവുന്ന മതത്തിന് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നതായ ഒരു വിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഔന്നിത്യം മനസ്സിലാക്കി, ഇതിനെ നന്മ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഇതിനെ പ്രശംസിക്കുകയും ഇതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നതായ മുസ്ലിങ്ങളല്ലാത്ത ഒരു ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രകടനമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ പല നേതാക്കന്മാരും, കോൺഗ്രസ് നേതാക്കന്മാർ പ്രസംഗിച്ചു, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രസംഗിച്ചു, അതുപോലെ തന്നെ മറ്റ് പല പാർട്ടികളിലുള്ളതായ ആളുകൾ MLA KT ജലീൽ സാഹിബ് പ്രസംഗിച്ചു. അങ്ങനെ അടക്കമുള്ള PTR റഹീം അടക്കമുള്ള മറ്റ് പല രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇവിടെ പ്രസംഗിച്ചു. അവരൊക്കെ ഈ സംഘടനയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി, ഈ സംഘടനയുടെ നിലനിൽപ്പ് ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഈ സംഘടന ഇവിടെ നിലനിൽക്കണം. അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമേയങ്ങളോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളൊക്കെ നമുക്കൊക്കെ ഒന്ന് ആർക്കും പരിശോധിക്കാം. അതിൻ്റെ തീരുമാനങ്ങളിലോ അതിൻ്റെ പ്രമേയങ്ങളിലൊന്നും ഈ രാജ്യത്തിനെതിരാവുന്ന നിലക്കുള്ള ഏതെങ്കിലും ഒരു തീരുമാനം, ഏതെങ്കിലും ഒരു പ്രമേയം ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതോടൊപ്പം ഈ നമ്മൾ ഉൾക്കൊള്ളുന്നതായ പ്രത്യേകമാവുന്ന മുസ്ലിം വിഭാഗം അവർ ന്യൂനപക്ഷമാണ്. മുസ്ലിങ്ങളടക്കമുള്ള മറ്റ് പല ന്യൂനപക്ഷ കക്ഷി, നമ്മൾ മുസ്ലിങ്ങൾ ആവുന്ന ന്യൂനപക്ഷത്തിൻ്റെ മാത്രം കാര്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്നും അതിനെ ശ്രദ്ധിക്കപ്പെടണമെന്നും അല്ല നമ്മളെപ്പോഴും പറയണത്. മുസ്ലിങ്ങളടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷം അവരടിച്ചമർത്തപ്പെടാൻ പാടില്ല, അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. അവർ ജനങ്ങളിടയിൽ ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ന്യൂനപക്ഷമാവുന്ന വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അതൊരിക്കലും ശരിയല്ല. കാരണം അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവരിലില്ലാത്തതായ സ്വഭാവങ്ങൾ അവരിലേക്ക് ചാർത്തി കൊണ്ടിട്ട് അവരെ ഈ രാജ്യത്തിൻ്റെ വിരുദ്ധരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ വിരുദ്ധരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ജനങ്ങളുടെ വിരുദ്ധരായി കൊണ്ട് ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അത് വളരെ വിശുദ്ധമായ ആശയാദർശങ്ങളാണ്. അതോടൊപ്പം ആ ആശയാദർശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടും വേണം. അതാണ് ഇവിടെ പല പുത്തൻ പ്രസ്ഥാനങ്ങൾ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിനെതിരായി കൊണ്ട് ഇവിടെ പ്രദേശപ്പെടും. ആ പ്രസ്ഥാനങ്ങളെ മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവമുണ്ട്. ഇത് ഫഅബില്ലത്തി ഹസൻ. അപ്പോൾ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തടുക്കേണ്ടത് എങ്ങനെയും വളരെ അതിനുള്ളതായ നല്ല രീതിയിലാവണം. നമ്മളോട് വൈരാഗ്യമുള്ള ഒരുത്തരാണ്, അവനോട് അതേ സ്വഭാവത്തിലല്ല നമ്മൾ പെരുമാറേണ്ടത്. അവനെ കഅന്നഹു വലിയുൻ ഹമി, അവൻ നമ്മളെ സുഹൃത്താണെന്നുള്ളൊരു ആശയത്തിലേക്ക് അവൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കാവണം നമ്മളെ പെരുമാറ്റം.
ആ നിലയ്ക്ക് ജനങ്ങളോട് പെരുമാറണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാവുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ജീവിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മളെ വാക്കിൽ ആരെങ്കിലും നോവിപ്പിക്കുന്നതായ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല, കുത്തുവാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ വിളിച്ചു കൂട്ടിയത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിശുദ്ധമാവുന്ന ആ ആശയങ്ങൾ അതിവിടെ പറയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊരുത്തനെ നോവിപ്പിക്കുക, മറ്റൊരുത്തനെ വേദനിപ്പിക്കുക, അത് വ്യംഗ്യമായി കൊണ്ടിട്ടോ അത് അല്ലെങ്കിൽ സ്പഷ്ടമായി കൊണ്ടുള്ള വാക്കുകളൊന്നും നമ്മളെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആ നിലക്കുള്ളതായ വാട്സപ്പിലും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അതിൽ നിന്നിട്ട് നമ്മൾ വിട്ടു നിൽക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ പ്രസംഗത്തിൽ വേറൊരു പ്രസംഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉപദേശം, ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്തവർ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച ജനങ്ങളെ നിങ്ങളോടൊരു പ്രത്യേകമാവുന്ന ഉപദേശമാണ് ഞാൻ നടത്തുന്നത്. ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈബത്ത് പറയരുത്, പറയാൻ പാടില്ല. വലാ തത്തബിഉ ഔറാത്തിഹിം, ഓരോരുത്തരും അവരെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിലുണ്ടാവുന്നതായ മോശമാവുന്ന കാര്യങ്ങൾ അത് ചുയിഞ്ഞു നോക്കിക്കൊണ്ട് വയ്യാലെ പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അപമാനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുയിഞ്ഞു നോക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അപമാനങ്ങളെ ചുയിഞ്ഞു നോക്കിയാൽ എന്താ സംഭവിക്കുക? യഫ്ളഹുല്ലാഹു വലൗ ഫീ ബൈത്തിഹി, അവൻ വീട്ടിലാണെന്ന് വെക്കുക, എന്നാലും അല്ലാഹു അവനെ വഷളാക്കുക. അപ്പം നമ്മൾ വേറൊരുത്തൻ്റെ മാത്രമല്ല, ഒരു സംഘടനയുടെ അപമാനം അതിൻ്റെ വയ്യാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അപമാനങ്ങൾ ആശയപരമായി എതിർക്കണം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ ആശയപരമായി എതിർക്കുന്നുണ്ട്, തബ്ലീഗ് ജമാഅത്തിനെ നമ്മൾ എതിർക്കുന്നുണ്ട് ആശയപരമായിട്ട്, ഇവിടെ വഹാബിസത്തിന് ആശയപരമായി നമ്മൾ എതിർക്കുന്നുണ്ട്. അവരെ ആശയങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മനുഷ്യന്മാരെന്നുള്ള നിലക്ക് അവർ നമ്മളും തമ്മിലുള്ളതായ ചില സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അപ്പം ആശയപരമായിട്ട് എല്ലാ വിദഈ പ്രസ്ഥാനങ്ങളെയും വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ അഹ്ലാവ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞ് അത് ഈ പറയപ്പെടുന്ന ഈ സംഘം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് മഹാന്മാരാവുന്ന സഹാബത്ത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ ആശയങ്ങളും ആദർശങ്ങളുമാണ്. ഇതിനാര് എതിർത്താലും അവരെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. അത് ഖിയാമത്ത് നാൾ വരെ ആ പണി നടന്നുകൊണ്ടേയിരിക്കും. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇന്ന് ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഇവിടെ പല കള്ള തെരീഖത്തുകളും വന്നു, തെരീഖത്തിനെ എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ ഉസ്താദന്മാരൊക്കെ തെരീഖത്തുമായി ബന്ധപ്പെട്ടവരാണ്. കാരണം തെരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആ ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ടിട്ട്, അങ്ങനല്ലേ ഷെയ്ഖുക ഉവല്ലദീ അഖ്റജക മിൻ സിജ്നിൽ ഹവാന. ഒരു യഥാർത്ഥ ഷെയ്ഖിനെ നമുക്ക് കിട്ടിയാൽ ആ ഷെയ്ഖ് ചെയ്യുന്ന പണി എന്താ? അഖ്റജക മിൻ സിജ്നിൽ ഹവാ, തടീൻ്റെ ഇച്ഛയാവുന്ന ആ ജയിലിൽ നിന്ന് നിനക്ക് മോചനാണ് ഇക്കാര്യം ആ ഷെയ്ഖ് ചെയ്യുന്നത്. ഒമാസാല യജ്ലു മിർആത ഖൽബിക അത്താ തതജല്ലാ ഫീഹി അൻവാർ റബ്ബിക, റബ്ബിൻ്റെ പ്രഭകൾ നിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റിയ നിലക്ക് നിൻ്റെ ഹൃദയത്തെ കടഞ്ഞ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അവർ ചെയ്യാം. അപ്പോൾ തെരീഖത്തുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നമ്മളൊക്കെ. അത് ചിലർക്ക് അവരുടെ ഷെയ്ഖ് മുറബിയായ ഷെയ്ഖാവാം, അത് മുറബിയായ ഷെയ്ഖന്മാർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുന്നതാണ്. മഹാനാവുന്ന ഷെയ്ഖുന ശംസുലുമൊക്കെ എപ്പോഴും തഹ്ഖീഖ് ചെയ്ത് പറയുന്നത് ആ വിശ്വാസം നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം മുറബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല, അതുകൂടി പഠിക്കണം. ഏതെങ്കിലും ഒരുത്തന്നെ എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ അവനൊക്കെ മുറബിയാണെന്നുള്ള വിശ്വാസം നമുക്കില്ല. ഒരു തെർബിയത്തിന് പറ്റുന്നതായ ഷെയ്ഖാണെങ്കിൽ ആ മുരീദിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിട്ട്, മൊയ്‌ദി ഷെയ്ഖിനെ പറ്റി പറഞ്ഞല്ലോ, അവരെ കണ്ണതെപ്പോയും ലൗഹിലതോവറും, മുരീദന്മാരുടെ ശരീരത്തിൽ അല്ലാഹു ഘടിപ്പിച്ച ലൗഹുണ്ടാവും. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ ഒരാളെ പറ്റിയുള്ള വിവരണം, ആ വിവരണത്തിൻ്റെ ഒരു വിവരണം, അതിൻ്റെ ഒരു പതിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും അല്ലാഹു ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ ലൗഹിലേക്ക് നോക്കിക്കൊണ്ട് മുരീദിനെ തർബിയത്ത് ചെയ്യാൻ ഷെയ്ഖിക്ക് ചെയ്യണം. മൊയ്‌ദി ഷെയ്ഖ് തങ്ങളെ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ, അബൂബക്കർ സിദ്ദീഖ്, അവരൊക്കെ മുറബിയാവുന്ന മശായിഖന്മാരായിരുന്നു. അങ്ങനത്തെ മുറബിയാവുന്ന മശായിഖന്മാരിൽ നിന്നോ അല്ലെങ്കിൽ തബറുക്കിന് പറ്റുന്നതായ മശായിഖന്മാരിൽ നിന്നിട്ടോ
തരീഖത്തുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഇവിടെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ഒട്ടുമുക്ക പണ്ഡിതന്മാരും അങ്ങനെ. അപ്പം അതുകൊണ്ട് തരീഖത്തിനെ എതിർക്കുന്നവരല്ല നമ്മളെ എതിർക്കണത് എന്താ? തരീഖത്തിൻ്റെ പേരിൽ കള്ള തരീഖത്തുകൾ വരുമ്പോൾ അങ്ങനത്തെ പഴയ കള്ള തരീഖത്തുകളിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അതിന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഖിയാമത്ത് നാൾ വരെ അത് തുടരുകയും ചെയ്യും. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം തരീഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തരീഖത്തുണ്ടായിരുന്നല്ലോ. ഒരു മനുഷ്യനെ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. ആ പണി റസൂലുള്ളാഹി നടത്തിനി. അതല്ലേ തരീഖത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ശരീഅത്തും തരീഖത്തും രണ്ട് സാധനങ്ങളല്ല. അങ്ങനെ മഹാനാവുന്ന റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞതുപോലെ ഈ സൂഫിയാക്കളാണെന്ന് നടിക്കിട ചിലർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. ഞാനും അഹ്ലുൽ ബാത്തിൻ വഅൻതും അഹ്ലുൽ ളാഹിർ. നിങ്ങൾ ളാഹിറിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ബാത്തിൻ. അങ്ങനത്തെ ഒന്നുമില്ല. ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് തരീഖത്തിൻ്റെ മശായിഖന്മാർ ചെയ്യുന്നത്. അത് സഞ്ചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അവർക്ക് ഭൗതികമാവുന്ന താല്പര്യങ്ങൾ അവർക്കില്ല. അവരുടെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല 10 ആളുകളെ അല്ലെങ്കിൽ 20 ആളുകളെ 100 ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർ ചെയ്യണത്. ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു, അതാണ് ഷേഖിനെ പറ്റി പറയുന്ന സ്ഥലത്ത് വളരെ മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുഹദ്റത്തിലേക്ക് ചെന്നിട്ട് പറയും നിന്നോട്, ഹാദാ റബ്ബുക്ക്, ഇത് നിന്റെ റബ്ബാണ്. അള്ളാഹുവിനോട് പറയും ആദാ അബ്ദുക്കിൻ്റെ അബ്ദു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഷേഖ് ചെയ്യുന്നത്. അങ്ങനത്തെ ഷേഖന്മാർ അതായിരുന്നു മഹത്തുക്കളാവുന്ന മഹാന്മാരൊക്കെ. ആ മഹാന്മാരാവുന്ന ഷേഖന്മാരിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ചില ആളുകൾ തരീഖത്തിനെ വാദിക്കുന്നവരുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരിൽ ആ മഹാനാവുന്ന ഷേഖിലേക്ക് ചേർക്കപ്പെടാൻ പറ്റിയതായ ആ തരീഖത്തല്ല അവരിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പല തരീഖത്തിൽ നമ്മൾ എതിർത്തത്. അപ്പം അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരു വിശുദ്ധമാവുന്ന പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണത്. ഇവിടുത്തെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടുള്ള വോട്ടർ പട്ടികയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞതാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കണം. അതുപോലെ അത് ഇപ്പോൾ SIR അതിന് നമ്മളെ പേര് വന്നിക്കണം നോക്കണം. കാരണം അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു പോയാൽ ഇനി പിന്നീട് ഉണ്ടായിത്തീരുന്നതായ ആഫത്തുകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ അത് വളരെ വലുതായി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ റെക്കോർഡുകളൊക്കെ എപ്പോഴും നമ്മൾ അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പല പാർട്ടികളിലേക്കും നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പം അവരോടൊക്കെ അതിന് ബന്ധപ്പെട്ട് കൊണ്ടിട്ട് എങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ പൊതുനന്മക്ക് വേണ്ടി എല്ലാവരും ഒക്കണം. ഈ രാജ്യത്തിൻ്റെ പൊതുനന്മക്ക് വേണ്ടി നമ്മൾ ഒക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആ ആശയവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കും വേണം. അല്ലാതെ നമ്മളെ ആശയങ്ങളിൽ നമ്മളെ വിശ്വാസങ്ങളൊക്കെ അടിയറ വെച്ചുകൊണ്ടുള്ളതായ ഒരു തരത്തിലുള്ളതായ ഒരു ഐക്യവും വേറെ ഒന്നുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതു നന്മ ഇവിടെ ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷത്തിന് ആവശ്യമാവുന്ന പൊതു നന്മക്ക് വേണ്ടി അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾ യോജിച്ചു കൊണ്ട് പല എല്ലാ വിഭാഗ ആളുകളും ഇവിടുത്തെ മുജാഹിദ് വിഭാഗമായിട്ട് നമ്മൾ യോജിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ പൊതു നന്മക്ക് വേണ്ടിയിട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആ വിഷയത്തിൽ നമ്മൾ യോജിച്ചിട്ടുണ്ട്. അത് പൊതു നന്മക്ക് വേണ്ടിയിട്ടാണ്. ആ പൊതു നന്മക്ക് വേണ്ടിയിട്ട് നമുക്ക് ആരോടും യോജിക്കാം. പക്ഷേ നമ്മൾ ആശയത്തിൽ ഒരു തരത്തിലുള്ളതായ വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആശയങ്ങളിൽ ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ അവരെ ശരിയായ ദിശയിൽ കൂടി അവരെ സഞ്ചരിപ്പിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജമിയത്തുൽ ഉലമൻ്റെ പണ്ഡിതന്മാർക്കും അതിൻ്റെ മറ്റുള്ള സാദാത്തുകൾക്കും അതിൻ്റെ ഉമറാവിനിക്കും അതിൻ്റെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളുണ്ടല്ലോ. സത്യം മാത്രമേ നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആ സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സംഘടന വലുതാക്കേണ്ട ആവശ്യമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇവിടെ വലുതാക്കാൻ വേണ്ടി അതിനിവിടെ വളർത്താൻ വേണ്ടി അസത്യം നമ്മൾ പറയാൻ പാടില്ല. സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മൾ വിശ്വാസതയ്ക്ക് പിന്നെ തകരാറ് പറ്റുന്നതായ ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല.
കാരണം വിശ്വസ്തയുടെ മേലിലാണ് ഈ വിശുദ്ധമാവുന്ന ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്തിൻ്റെ മേലിലാണ് ഇതിനെ ശില നൽകിയിട്ടുള്ളത്. അപ്പോൾ വിശ്വസ്തത നമ്മളിൽ ഉണ്ടാവണം. ആ വിശ്വസ്തതക്ക് തകരാറുണ്ടാവണം, ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന, അത് ഏത് ജനങ്ങളാണെങ്കിലും അവരെ പ്രയാസപ്പെടുത്തുന്നതായ ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വിശുദ്ധമാവുന്ന ഈ ദീൻ, ആ ദീനിൻ്റെ ശരിയായ ആശയങ്ങളും ആദർശങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ആ തത്വങ്ങളിലൊക്കെ പൂർണ്ണമായും ഉറച്ചു നിന്നുകൊണ്ടിട്ട് വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും മറ്റ് നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിൻ്റെ ഒരു ഭാഗമാണ് കണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ ആ ഭരണഘടനയിൽ തന്നെ അന്ന് മഹാന്മാരാവുന്ന നമ്മളുടെ ഉസ്താദന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനെ പറ്റി. അത് ആത്മീയ വിദ്യാഭ്യാസം മാത്രമല്ല അവർ രേഖപ്പെടുത്തിയത്, മനുഷ്യന് ആവശ്യമാവുന്ന ശരീരത്തിനോട് എതിരല്ലാത്ത ഏത് വിദ്യാഭ്യാസം ഉണ്ടോ ആ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാവുന്ന സംഗതി, കാരണം ആരോഗ്യത്തിന് പ്രത്യേകം ശ്രദ്ധിച്ചതായ ഒരു മതമാണ് ഇസ്ലാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നിലക്കുള്ള വൃത്തികേടുകൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാൽ അതിനെങ്ങനെ ശുദ്ധീകരിക്കണം, അത് പൂർണ്ണമായി എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനാവശ്യമാവുന്നതായ നിയമങ്ങൾ വിശുദ്ധമാവുന്ന ഇസ്ലാമിനുണ്ട്. നഖം മുറിക്കുമ്പോൾ എങ്ങനെയും മുറിച്ചാൽ പോരാ, നഖം ഏത് നഖം കൊണ്ട് തുടങ്ങണം, അതിനൊരു മര്യാദ ഉണ്ട്. നഖം മുറിച്ചാൽ പോരാ, അതിലിപ്പോൾ എന്താ പ്രശ്നമുള്ളത്, ഒന്നുമില്ലല്ലോ, എല്ലാം മുറിച്ച് ഒഴിവാക്കിയ അങ്ങനല്ല. അതിന് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്, ഇന്ന നഖത്തുമ്പോൾ തുടങ്ങി ഇന്ന നഖത്തുമ്പോൾ അവസാനിപ്പിക്കാം. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഓരോ ചെറുതും വലുതുമാവുന്ന സംഗതികൾ അതിലേക്ക് വളരെ വ്യക്തമായ നിലക്കുള്ളതായ നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അതല്ലേ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും പതിനായിരക്കണക്കിനുമല്ല, അതിനേക്കാൾ അധികം ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനങ്ങളായി കൊണ്ട് മഹാന്മാരാകുന്ന അയിമത്ത് രേഖപ്പെടുത്തിയത്. ഓരോ ഗ്രന്ഥം പരിശോധിച്ച് നോക്കിയാലും അത് 5ഉം 10ഉം 15ഉം 20ഉം 28ഉം വാല്യങ്ങളാണ്. ഇപ്പോൾ ഇസ്ലാമിലുള്ള തൊലാഖിനെ പറ്റി പറയണേ, അത് 400-500 പേജുകളാണ് മഹാന്മാരാവുന്ന അയിമത്ത് അതിനെ പറ്റി രേഖപ്പെടുത്തി. നമ്മൾ വിചാരിച്ചെന്ന എൻ്റെ ഭാര്യ തൊലാഖ് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നം കഴിയൂല. ചിലർ തൊലാഖ് അല്ലീന്നാവൂല പറയണത്, വേറെന്തെങ്കിലും വാക്കാണെങ്കിൽ. കാരണം ചിലത് ഭാര്യനെന്ന് പറഞ്ഞു ഞാൻ തൊലാഖ് അല്ലീന്നായിരിക്കും പറയണതുള്ളത്, ചിലത് ഞാൻ എന്ന് പറയണത്. ഇത് മാത്രമല്ല, ഇത് വ്യംഗ്യമായിട്ടും അല്ലാതെയുള്ള വാക്കുകൾ എങ്ങനെയാണ് അതുകൊണ്ട് തൊലാഖ് സംഭവിക്കുകയോ ഇല്ലേ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് മഹാന്മാരാവുന്ന അയിമത്ത് ഈ ഖുർആനും സുന്നത്തെയും മനസ്സിലാക്കിയ മഹാന്മാർ. ഇപ്പം നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ, സവ്വജതുക ബിൻതീന അല്ലെങ്കിൽ അങ്കഴത്തുക ബിൻതീ എന്നൊക്കെ പറഞ്ഞാൽ മഹറ് പറയൂടി വേണ്ട, അതാ നിക്കാഹ് സയ്യാവും. പിന്നെന്താ കൊടുക്കേണ്ടത് എന്നുള്ളത് വേറെ സംഗതി. അല്ലെങ്കിൽ ഈ മഹരി വക്കഥ എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞില്ലേ, അവൻ കബൂളും ചെയ്തു, 2 സാക്ഷികൾ കേട്ടും ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അത് കണ്ട എങ്ങനെയെങ്കിലും 2 സാക്ഷികൾ കേൾക്കണം എന്ന് പറയുന്നത്. ആ സാക്ഷികൾക്കുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആളുകളാണ് കേൾക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിക്കാഹിൻ്റെ കാര്യം അവസാനിക്കണില്ല. അതുകൊണ്ടാണ് നിക്കാഹിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹ സംഗതികളെ സംബന്ധിച്ചുള്ള നിയമങ്ങളെ പറ്റി അത് 10ഉം 300ഉം 200 ഒക്കെ പേജുകളാണ് മഹാന്മാരാവുന്ന അയിമത്ത് ആ വിഷയത്തെ പറ്റി മാത്രമേ എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഗ്രന്ഥങ്ങളും ചിലത് 1, 2, 4, 10, 20, 25, 30, 50 വാല്യങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പം അത്തരം വിശാലമായ നിലക്ക് മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതം, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം, വ്യക്തിപരമായ ജീവിതം, അതോടൊപ്പം അവൻ്റെ വൈവാഹിക ജീവിതം, അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, അതെങ്ങനെ കൊടുക്കേണ്ടത്, കഴിവുള്ളവരാണെങ്കിൽ ഇങ്ങനെ, കഴിവില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവരെ വളരെ പളുങ്കുപാത്രം പോലെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരോട് പറഞ്ഞത് അരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരെ നിങ്ങൾ പുരുഷന്മാരാണ് സ്ത്രീകൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കേണ്ടത്. അവരെ സാമ്പത്തികം, അവരെ വിദ്യാഭ്യാസം, അവരെ ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു വീട്ടിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവളൊപ്പം കൂടിക്കൊണ്ടിട്ട് അവർക്ക് വല്ല സഹായം ചെയ്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ പോയാൽ കുടുംബത്തിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഹിദ്മത്തുകളുണ്ടോ ആ ഹിദ്മത്തുകൾ ചെയ്ത് റസൂൽ പാത്രം കഴുകി കൊടുക്കും. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച സ്ഥലത്തുള്ള ഭക്ഷണം എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കും. ആ ഭക്ഷണത്തിന് വേണ്ട ഇപ്പം നമ്മളുണ്ടല്ലോ എന്തെങ്കിലും ഭക്ഷണത്തിന് ആവശ്യമാകുന്ന പേരിക്ക് എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കണമൊക്കെ ഇല്ലേ, പൊടി കുഴച്ചു കൊടുക്കണമൊക്കെ, ഇതേ പണിയൊക്കെ റസൂലും ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് ആ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ റസൂലുള്ളാഹിനോട് വളരെ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ ദേഷ്യപ്പെട്ടാൽ എന്നോട് റസൂലുള്ളാഹി ദേഷ്യപ്പെടില്ല. റസൂലുള്ളാഹി ഇപ്പം നമ്മൾ സ്ത്രീ പുരുഷന്മാരും തമ്മിൽ എന്തെല്ലാം കുഴപ്പങ്ങളും അടി കുത്തുമൊക്കെ ഉണ്ടാവുന്നത് ഓരോ വീട്ടിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി എന്താ പറയല്? അല്ലാഹുമ്മ ഗഫിർ ലഹ, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹൽ അൽ ഗളബ്. പഠിച്ച തമ്പുരാനെ ഈ കുട്ടിക്ക് പുറത്തു കൊടുക്കുക. ഇവളെ ഹൃദയത്തിൽ നിന്നിട്ട് ആ ഗളബ്, ആ ദേഷ്യത്തിനെ പഠിച്ച തമ്പുരാനെ നീ ദൂരീകരിക്കുക. അങ്ങനെ ഖൈർ കൊണ്ടുള്ള ദുആ ഇതാണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞ ഏതൊരാളും നമ്മൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തവനോട് അതേ രീതിയിൽ നമ്മൾ എന്താവാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അവനക്ക് എല്ലാ നിലക്കുള്ളതായ അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടാവണം നമ്മളിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഈ യാത്ര അത് തുറന്നുകൊണ്ട് കാസർഗോഡ് വെച്ച് മംഗലാപുരത്ത് വെച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കപ്പെടും. നമുക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലുള്ളതായ എല്ലാ മഹാന്മാരാവുന്ന സാദാത്തുക്കളും പാണക്കാട് സാദാത്യങ്ങളും ഇവിടെ 10, 26, 25, 30ഓളം പല സാദാത്യങ്ങൾക്കുള്ളതായ അവരെ കുടുംബത്തിൻ്റെ നേതാക്കന്മാരാണ് ഇവിടെയുള്ള പലരും. ഈ കേരളത്തിലുള്ള പല കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവിടെയുള്ള വലിയ വലിയ കുടുംബങ്ങളാണ് ഇവരൊക്കെ. മാലവി സാദാത്യങ്ങളിൽപ്പെട്ട അധിക കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതല്ലാത്ത കുടുംബങ്ങളുണ്ട്. അവരിൽ നിന്നുള്ള പ്രമുഖരൊക്കെ നമ്മളോടൊപ്പം സഹകരിക്കട്ടോ. അപ്പോൾ ഇവിടെ വന്ന് മഹാനാവുന്ന ബഷീർ അലി ശിഹാബ് തങ്ങളാണ് ഇവിടെ എനിക്ക് ഒരു പുതപ്പ് ഒരു സാല് പൊപ്പൽ അണിയിച്ചത്. മഹാനാവുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലേൻ്റെ ഒരു ഉപഹാരം, അത് ഒരു ആദരവ് ബഹുമാനപ്പെട്ടവരാണ് എനിക്ക് നൽകിയത്. ഇതുപോലുള്ളൊരു തലപ്പാവ്. അങ്ങനെ കേരളത്തിലുള്ള മഹാന്മാരാവുന്ന എല്ലാ സാദാത്തുക്കളും നമ്മളൊപ്പം കൂടി, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളോടൊപ്പം കൂടി, ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിം പിന്നെ ക്രിസ്ത്യാനികളടക്കമുള്ള എല്ലാ മതവിഭാഗക്കാരും നമ്മൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ഈ നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുകയും ആ നിലക്ക് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇതൊരു സംഘടനൻ്റെ സ്വഭാവം. ആ സംഘടന ഒരു മനുഷ്യരെ അല്ലാഹു ആദരിക്കും. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ നാം. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാൻ, ജിബ്രീലെ എൻ്റെ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഅഹിബ്ബഹു, നീയും അതിനെ ഇഷ്ടപ്പെടണം. പിന്നെ പറയും, ആകാശലോകത്തുള്ളതായ മുഖദ്ദസ്താവുന്ന അർവാഹകളോട് നീ വിളിച്ചു പറയണം, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം. ഖബൂൽ ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് ഒരു അംഗീകാരം ഉണ്ടായിക്കോളും. ഇത് മനുഷ്യനിക്ക് മാത്രമല്ല, ഒരു സംഘടനക്കും അങ്ങനെ തന്നെയാണ്. ആ സംഘടനക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കും. ആകാശലോകത്തുള്ള പരിശുദ്ധാത്മാക്കളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയും, ഒരു സംഘടന ഏതാ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അത് വ്യക്തിയെ പറ്റി പറഞ്ഞതാണെങ്കിൽ വ്യക്തിക്ക് മാത്രം ബാധകമായ അല്ല, അത് സംഘടനകൾക്കും അത് ബാധകം തന്നെയാണ്. അപ്പോൾ മുഖദ്ദസ്താവുന്ന അർവാഹകളോട് ആത്മാക്കളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇതാ ഇന്ന സംഘടനയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. പിന്നെ ആ സംഘടനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ യുളഉൽ ഖബൂൽ ഫിൽ അർദ്, ആ ഒരു ഖബൂലിയത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടുത്തെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവരും നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഒക്കെ നമ്മളോട് വന്നുകൊണ്ടിട്ട് ആശംസകൾ അർപ്പിക്കുകയും
സംഘടനയുടെ ആ പവിത്രത, സംഘടനയുടെ ആ പരിശുദ്ധിയെ സംബന്ധിച്ചൊക്കെ അവരെടുത്തു പറയുകയും അങ്ങനത്തെ ഈ സംഘടനയെ എല്ലാ നിലക്കും വളർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അതിനെ പരാജയപ്പെടുത്താനോ അതിനെ വിമർശിക്കാനോ അതിനെ ഏതെങ്കിലും നിലക്ക് എതിർക്കാനോ ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് പ്രത്യേകം പ്രഖ്യാപിച്ചുകൊണ്ട് അർഹമുർ റഹീമീനായ തമ്പുരാനെ ഈ സംഘടനയെ നീ ഉയർച്ചയിലേക്ക് ഉയർത്തി തരണേ.